ഗ്രാമപ്രദേശത്തോട് വിട പറഞ്ഞു. കമ്പത്തേക്കുള്ള പ്രധാന പാതയിൽ കയറി. ഇവിടെ നിന്നും കുമളിക്ക് 28 കിലോമീറ്റർ ആണ് ഉള്ളത്. തിരികെ വീട്ടിലേക്ക് പോകുകയാണ്. 4.5 കിലോമീറ്റർ ആയതേ ഉള്ളൂ. കുറച്ചുകൂടി മുന്നോട്ട് പോയി കാഴ്ച കാണണമെന്നുണ്ട്. പക്ഷെ ഫോണിന്റെ ചാർജ് തീരാറായി. കമ്പം ടൗണിന് പുറത്തിറങ്ങി കുമളി ലക്ഷ്യമാക്കി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഈ കാണുന്ന ഗ്രൗണ്ടിന്റെ പേര് ക്യാപ്റ്റൻ ഗ്രൗണ്ട് കമ്പം എന്നാണ്. നടൻ വിജയകാന്തിനോടുള്ള ആദരസൂചകമായി നൽകിയ പേര്. മുന്തിരിപ്പാടത്തെ കാഴ്ചക്കാരുടെ തിരക്ക് ഇപ്പോഴും കുറഞ്ഞിട്ടില്ല. ഒന്ന് ഇറങ്ങി കണ്ടതുകൊണ്ട് ഇപ്പോൾ ഇറങ്ങുന്നില്ല. വഴിയരികിലെ പറമ്പിൽ കണ്ടതാണ്. വിശാലമായ പ്രദേശത്ത് മേഞ്ഞു നടക്കുന്ന കന്നുകാലികൾ. അങ്ങനെ കേരളം അടുക്കാറായിരിക്കുന്നു. മലനിരകൾ അടുത്തായി കാണാൻ കഴിയുന്നു. ലോവർ ക്യാമ്പിലേക്ക് പ്രവേശിക്കുകയാണ്. ഇവിടുത്തെ പ്രധാന ആകർഷണങ്ങൾ ഈ മലനിരയും കൃഷിസ്ഥലങ്ങളുമാണ്. ഇവിടെ നിന്നും കുമളിക്ക് 7 കിലോമീറ്റർ ദൂരമാണ് കാണിച്ചിരിക്കുന്നത്. ഇവിടം തൊട്ട് തമിഴ്നാടിന്റെ നിരപ്പായ റോഡ് അവസാനിക്കുന്നു. മുൻപോട്ട് കയറ്റവും വളവുകളുമാണ്. അങ്ങോട്ട് പോയപ്പോൾ ഈ ക്ഷേത്രം കണ്ടിരുന്നു. ഇത് ചുരം റോഡ് അരികിൽ സ്ഥിതി ചെയ്യുന്ന വഴിത്തുണൈ മാതാ കുരിശടിയാണ്. ഫോണിലെ ചാർജ് തീരാറായതുകൊണ്ട് അധിക സമയം ഇവിടെ ചെലവഴിക്കാതെ യാത്ര തുടർന്നു. ഇതുപോലുള്ള നിരവധി ഹെയർപിൻ വളവുകൾ കയറി വേണം നമുക്ക് കുമളിയിലെത്താൻ. ദിനംപ്രതി കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിലേക്കും തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിലേക്കും നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന തിരക്കുള്ള പാതയാണിത്. ഇവിടെ അല്പം വിശ്രമത്തിന് ശേഷം യാത്ര തുടർന്നു. അധികം വൈകാതെ തന്നെ കുമളിയോട് അടുത്തിരിക്കുന്നു. ഇവിടെ നിന്നും നോക്കിയാൽ അതിർത്തി ചെക്ക് പോസ്റ്റ് കാണാം. എപ്പോഴും സജീവമായിരിക്കുന്ന അതിർത്തി പട്ടണമാണ് കുമളി. മുണ്ടക്കയം ചെല്ലുന്നതിന് മുമ്പ് തന്നെ ഫോൺ ഓഫാകും. ഇവിടെ നിന്നും മുണ്ടക്കയത്തിന് 56 കിലോമീറ്റർ ദൂരമുണ്ട്. മുണ്ടക്കയത്തിൽ നിന്നും 5 കിലോമീറ്റർ സഞ്ചരിച്ചാലേ വീട്ടിലെത്തൂ. ഈ യാത്രയിൽ 350 രൂപയ്ക്കാണ് പെട്രോൾ അടിച്ചത്. അടിച്ച പെട്രോൾ മുഴുവനും ചെലവായിട്ടില്ല. വീട്ടിൽ ചെന്ന് പിറ്റേ ദിവസം പണിക്ക് പോകാനുള്ളതും കൂടിയുണ്ട്. ഇന്ന് നമ്മൾ നടത്തിയത് ഒരു ചെറിയ യാത്രയാണ്. യാത്ര എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. സബ്സ്ക്രൈബേഴ്സിന്റെ എണ്ണം ഒന്ന് നോക്കിക്കേ. എന്നിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ പോകില്ല എന്ന് എനിക്കറിയാം. താങ്ക് യു. വിസിറ്റ് അഗെയിൻ. ഇവിടെ സന്ദർശിച്ച് മടങ്ങുന്നവരോട് തമിഴ്നാട് പറയുന്നതാണ്. അതുതന്നെയാണ് എനിക്കും പറയാനുള്ളത്. നന്ദി. വീണ്ടും ചാനൽ സന്ദർശിക്കുക.